അവതാരക മീനാക്ഷിയും വിധികർത്താക്കളും മത്സരാർത്ഥികളായ കുട്ടിപ്പാട്ട് താരങ്ങളുമടക്കം വളരെ ഇമോഷണലായ കണ്ണീർ നനവ് പടർന്ന മുഹൂർത്തങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ടോപ്പ് സിംഗർ സീസൺ 6 പാട്ടുമത്സരവേദി സാക്ഷ്യം വഹിച്ചത്. ടോപ്പ് സിംഗർ സീസൺ 6 കുട്ടിപ്പാട്ട് ഗായകരുടെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്തമോദാഹരണമായി കുട്ടിപ്പാട്ട് താരങ്ങൾ ഒരുമിച്ചൊരു ഷോർട്ട് ഫിലിം പാട്ടുവേദിയിൽ അവതരിപ്പിച്ചിരുന്നു. കൂട്ട് എന്ന പേരുപോലെ ടോപ്പ് സിംഗറിലെ സ്നേഹത്തിന്റെ നിറക്കൂട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഷോർട്ട് ഫിലിം അണിയിച്ചൊരുക്കിയ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനം തോന്നുന്നു എന്നാണ് MJ വളരെ ഇമോഷണലായി പ്രതികരിച്ചത്. ടോപ്പ് സിംഗർ സീസൺ 6 പാട്ട് മത്സരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി എലിമിനേഷനും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. നിലവിൽ മത്സരിച്ചു കൊണ്ടിരുന്ന 26 മത്സരാർത്ഥികളിൽ നിന്നും 24 മത്സരാർത്ഥികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സിദ്ധു എന്ന ഓമനപ്പേരിൽ പാട്ടുവേദിയിൽ അറിയപ്പെടുന്ന സിദ്ധലക്ഷ്മിയും പാറുക്കുട്ടി എന്ന ഓമനപ്പേരുള്ള ഗൗരി നന്ദയുമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവാതെ പാട്ടുമത്സര വേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. പരസ്പരം മത്സരിക്കുകയാണെന്ന് പോലും മറന്നുകൊണ്ട് കണ്ണീർ നനവോടെ സിദ്ധലക്ഷ്മിയും ഗൗരി നന്ദയും എലിമിനേറ്റ് ചെയ്യപ്പെട്ട വാർത്തയെ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന ടോപ്പ് സിംഗർ സീസൺ 6 മറ്റു കുഞ്ഞുങ്ങൾ കാണുന്ന പ്രേക്ഷകരുടെയും കണ്ണു നിറയ്ക്കുന്നതിനൊപ്പം സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്തമായ അനുഭവമാണ് പകരുന്നത്. കേവലം റിയാലിറ്റി ഷോയുടെ മത്സര കാഴ്ചകൾക്കപ്പുറം കളിയും ചിരിയും സ്നേഹവും സൗഹൃദവുമൊക്കെ ഇഴചേർന്ന ടോപ്പ് സിംഗറിന്റെ സംഗീതയാത്ര ലോകത്തിന് തന്നെ മാതൃകയാണ്.